ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുഖം നന്നായിട്ട് വെളുക്കാനും അതുപോലെ തിളങ്ങാനുമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു സിമ്പിൾ ടിപ്പിനെ കുറിച്ചാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കടലമാവ് അല്ലെങ്കിൽ കടലപ്പൊടിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ള വീഡിയോ ഞാൻ പുറകെ കാണിക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് തന്നെ കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു സ്ക്രബാണ് പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ കടലപ്പൊടി, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ അരിപ്പൊടി, പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടീസ്പൂൺ തൈര്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു സ്ക്രബ് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് വേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സ്ക്രബ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡ്രൈനെസ് അതുപോലെ തന്നെ ഡൾനെസ് ഒക്കെ മാറ്റിയെടുക്കാനും ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല നിറവും തിളക്കവും ഒക്കെ കിട്ടാൻ സഹായിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സ്ക്രബാണിത്. നിങ്ങളിത് ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ചേഞ്ച് റിസൾട്ട് ശരിക്കും കാണാനായിട്ട് പറ്റും. മുഖത്തിന് നല്ല നിറം വെച്ചിട്ടുണ്ടാവും, അതുപോലെ തന്നെ നല്ല തിളക്കവും കിട്ടും. അത്രയ്ക്കും അടിപൊളിയൊരു സ്ക്രബാണിത്. പിന്നെ മാത്രമല്ല, നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഇപ്പോൾ കരിവാളിപ്പൊക്കെ മാറാനും ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് പോലുള്ള പ്രശ്നങ്ങൾ മാറാനും ഓപ്പൺ പോൾസ് ഒക്കെ തന്നെ പെട്ടെന്ന് തന്നെ മാറി കിട്ടാനും ഒക്കെ സഹായിക്കുന്ന അടിപൊളിയൊരു സ്ക്രബാണിത്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊന്ന് ഇത് സ്ക്രബ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് ഫേസിൽ സ്ക്രബ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലെൻസ് ചെയ്തതിന് ശേഷം ഇത് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തതിന് ശേഷം സർക്കുലർ മോഷനിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് മൂക്കിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പെട്ടെന്ന് തന്നെ മാറി കിട്ടും. ഇതിപ്പോൾ നിങ്ങൾക്ക് ഫേസിൽ സ്ക്രബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കഴുത്തിലും സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴുത്തിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ ഒക്കെ മാറാനായിട്ട് സഹായിക്കും. മാത്രമല്ല, നിങ്ങൾക്കിത് ആഴ്ചയിൽ 2-3 തവണ വെച്ചിട്ട് ഈ സ്ക്രബ് യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ഏത് സ്കിൻ ടൈപ്പുകാർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു സ്ക്രബ് കൂടിയാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിത് ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ മുഖം ശരിക്കും നല്ല കണ്ണാടി പോലെ തിളങ്ങും. അത്രയ്ക്കും ഇഫക്റ്റീവായിട്ടുള്ളൊരു സ്ക്രബാണിത്. കാരണം ഈ കടലമാവിലേക്ക് അരിപ്പൊടിയും അതുപോലെ തന്നെ തൈരും കൂടി ചേരുമ്പോൾ നമ്മുടെ സ്കിന്നിന് അത് അത്രയ്ക്കും നല്ലതാണ്. പിന്നെ തൈര് എന്ന് പറയുന്നത് നമ്മുടെ സൺ ടാൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന വളരെ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് തൈര്. മാത്രമല്ല നമ്മുടെ സ്കിന്നിന് നല്ലൊരു കൂളിംഗ് ഇഫക്റ്റ് കൂടിയാണ് തൈര് നൽകുന്നത്. അപ്പോൾ അത്രയ്ക്കും നല്ലൊരു സ്ക്രബാണിത്. ഇത് 2-3 മിനിറ്റ് നേരം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നേരം ഇതിങ്ങനെ തന്നെ വെക്കാം. അതിനുശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ ഇത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ 5 മിനിറ്റിന് ശേഷം കൈ വാഷ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നില്ലേ, ഞാൻ സ്ക്രബ് ചെയ്ത കൈയും സ്ക്രബ് ചെയ്യാത്ത കൈയും തമ്മിൽ നല്ല വ്യത്യാസമാണുള്ളത്. സ്ക്രബ് ചെയ്ത കൈ കൂടുതൽ നല്ല ബ്രൈറ്റ് ഉണ്ട്, മറ്റേ കൈ അത്രയും ഇല്ല. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ റിസൾട്ട് തരുന്ന നല്ലൊരു സ്ക്രബാണിത്. ഇതിപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നില്ല, ഡിഫറൻസ് ശരിക്കും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ക്രബിങ്ങിൻ്റെ പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്കൊരു ഫേസ് പാക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ കടലപ്പൊടി, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ കോഫി പൗഡർ. ഈ കോഫി പൗഡർ എടുക്കുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ തന്നെ എടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം അലോവേര ജെല്ലാണ്. ഏകദേശം 1/2 ടീസ്പൂൺ അലോവേര ജെല്ല്. നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ല് എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് നന്നായിട്ട് മിക്സായി കിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1.5 ടീസ്പൂണോളം തൈര്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് വേണ്ടത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
ഈ ഫേസ് പാക്ക് ആണെങ്കിലും അത് നമ്മുടെ മുഖത്തിന് പെട്ടെന്ന് തന്നെ വെളുക്കാനും അതുപോലെ തന്നെ നന്നായിട്ട് ഗ്ലോ കിട്ടാനും ഒക്കെ തന്നെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. മാത്രമല്ല നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഇപ്പോൾ മുഖക്കുരു വന്നിട്ടുള്ള കറുത്ത പാടുകളൊക്കെ തന്നെ മാറിക്കിട്ടാനും ഈ ഫേസ് പാക്ക് സഹായിക്കും. ഇത് നിങ്ങൾക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ നേരത്തെ കാണിച്ച സ്ക്രബ് ആഴ്ചയിൽ 2-3 തവണ മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. പിന്നെ മാത്രമല്ല ഇതിലിപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള തൈരിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാല് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ തൈരാണ് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കരിവാളിപ്പ് ഒക്കെ തന്നെ പെട്ടെന്ന് തന്നെ മാറാനായിട്ട് സഹായിക്കും. മാത്രമല്ല മുഖത്തിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ് തൈര് കൊടുക്കുക. പക്ഷേ തൈര് ഇപ്പോൾ അലർജി പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ തൈരിന് പകരം പാല് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം. മാത്രമല്ല ഈ ഒരു ഫേസ് പാക്ക് ഏത് സ്കിൻ ടൈപ്പുകാർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഫേസ് പാക്ക് കൂടിയാണിത്. ഈവൻ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് വരെ ധൈര്യമായിട്ട് ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. സ്ക്രബും ട്രൈ ചെയ്ത് നോക്കുക, അതുപോലെ തന്നെ ഈ ഫേസ് പാക്കും ട്രൈ ചെയ്ത് നോക്കുക. വളരെയധികം ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത്, അതുപോലെ തന്നെ സ്ക്രബും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. പിന്നെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്